കഴിഞ്ഞ 5 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം ആത്മീയ ടൂറിസത്തിന്റെ തനത് വഴികൾ തുറന്നിടുകയാണ്. ഭക്തിയും വിശ്വാസവുമാണ് തദ്ദേശീയരെ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് എങ്കിൽ കേരളീയമായ വാസ്തുശൈലിയാണ് വിദേശികളെ ഇവിടത്തേക്ക് ആകർഷിക്കുന്നത്. ഈ ക്ഷേത്ര വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കൈതൊഴാം സെഗ്മെന്റിൽ കാണാം. വർഷം പഴക്കമുള്ള ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം. ടൂറിസം മാപ്പിലടക്കം ഇടം നേടിയ ഈ അമ്പലം നമ്മുടെ കേരള വാസ്തുശൈലിയുടെ ഉദാത്ത മാതൃകയാണ് കാഴ്ചവെക്കുന്നത്. ആലപ്പുഴ മുല്ലയ്ക്കൽ തെരുവിലെ ഈ ക്ഷേത്രത്തിന് രാജഭരണകാലം തൊട്ടുള്ള കഥകൾ പറയാനുണ്ട്. ദുർഗാദേവിയാണ് പ്രധാന പ്രതിഷ്ഠ. എങ്കിലും രാജരാജേശ്വരിയായി ആരാധിക്കുന്നു. കേരള വാസ്തുവിദ്യ പാരമ്പര്യം ത്രസിച്ചു നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ മേൽക്കൂരയില്ലാത്ത ശ്രീകോവിൽ ഏറെ ശ്രദ്ധേയമാണ്. നവംബർ ഡിസംബർ മാസങ്ങളിലായി നീണ്ട 41 ദിവസത്തെ മുല്ലയ്ക്കൽ ചേർപ്പുത്സവവും ഇവിടത്തെ പ്രത്യേകതയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് ഭക്തന്മാരെ ഒരിക്കലും കൈവിടാത്ത ഒരു അമ്മയായിട്ടാണ് ഞങ്ങളെല്ലാവരും കാണുന്നത്. ഏകദേശം 125 വർഷത്തിന് മുമ്പ് രാജാ കേശവദാസിൻ്റെ ഒരു ചിത്രകലയിലും അവരുടെ ഒരു ശില്പകലയിലും പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ്. വനദുർഗ ക്ഷേത്രമായിട്ടാണ് ഇതിൻ്റെ ആഗമം. ബാക്കി എല്ലാ ക്ഷേത്രത്തിലും മേൽക്കൂരയുണ്ടെങ്കിൽ മുല്ലയ്ക്കൽ ദേവിയുടെ മുകളിൽ മേൽക്കൂരയില്ല. വെയിലും മഴയും അതുപോലെ തന്നെ പ്രകൃതിയുമായി ഇഴചേർന്ന് ഭഗവതിയുടെ മൂർത്തി ആകാശത്തിനെ നേരിട്ട് ദർശിച്ചുകൊണ്ടിരിക്കുന്ന വനദുർഗ സങ്കല്പമാണ് ഇവിടെയുള്ളത്. മുല്ലപ്പൂക്കൾക്കിടയിൽ നിൽക്കുന്ന ക്ഷേത്രം എന്ന അർത്ഥത്തിലാണ് മുല്ലയ്ക്കൽ പേര് വന്നതെന്നാണ് വിശ്വാസം. തെക്കുംകൂറിൽ നിന്ന് നാടുകടത്തപ്പെട്ട ചില പട്ടാളക്കാർ ഇവിടെ എത്തി തങ്ങൾ ആരാധിച്ചിരുന്ന ദേവിയെ മുല്ലപ്പടർപ്പിനുള്ളിൽ വച്ചുവെന്നും പിന്നീട് ക്ഷേത്രം കെട്ടിയെന്നും ചില ഐതിഹ്യങ്ങൾ പറയുന്നു. ചെമ്പകശ്ശേരി ദേവനാരായണൻ രാജാവിന്റെ കീഴിലായിരുന്നു അന്ന് ക്ഷേത്രം എന്നാണ് ചരിത്രം. ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് മലബാറിൽ നിന്ന് പലായനം ചെയ്ത ഒരു സംഘം ബ്രാഹ്മണരാണ് ദേവി പ്രതിഷ്ഠ നടത്തിയതെന്നും കരുതുന്നവരുണ്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭോജനശാലയാണ് പിന്നീട് ക്ഷേത്രമായതെന്നും കഥകൾ പ്രചരിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ തെളിവുകൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. എന്നാൽ കാലാകാലങ്ങളിൽ മാറിവന്ന അധികാരികൾ ക്ഷേത്രത്തിന്റെ വാസ്തുശൈലിയിൽ വലിയ രീതിയിലുള്ള സംഭാവന ചെയ്തു. ഈ വാസ്തുശൈലി നിരവധി സഞ്ചാരികളെയും ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. സ്പിരിച്വൽ ടൂറിസത്തിന്റെ വലിയ സാധ്യതകളാണ് മുല്ലയ്ക്കൽ ക്ഷേത്രവും തുറന്നിടുന്നത്. നിരവധി വിദേശികളാണ് ഇവിടെ പ്രാർത്ഥനയ്ക്കും സന്ദർശനത്തിനുമായി എത്തുന്നത്. മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നും ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.